അപ്പോഴേ നമുക്കിന്നൊരു വീഡിയോ ആയാലോ? കുറച്ച് ദിവസമായില്ലേ കോഴിയുടെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ട്. അപ്പോൾ ഇന്ന് കോഴിയുടെ വീഡിയോ തന്നെ ആയിക്കോളാം. എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല, പോവാൻ ഭയങ്കര പോവല. ആ അത് പോട്ടെ. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഗേറ്റൊക്കെ തുറന്നിട്ട് കോഴിക്കോടിലോട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ ഒരു കറുമ്പി അടവച്ചിട്ടുണ്ടായിരുന്നു, അതായത് മുന്നേ അടവച്ചിട്ടുള്ളൊരു കോഴിയുണ്ടല്ലോ, അതിൻ്റെ സെക്കൻഡ് അടയിരിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗേറ്റൊക്കെ തുറന്നത് കോഴിക്കോടിലോട്ട് പോയി കോഴികൾ തുറന്നു വിടുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. പറന്നാണ് വരുന്നത്. ഒത്തിരി പേരുണ്ട്, ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കുറച്ച് പേരേ ഉള്ളൂ, കുറച്ചൊക്കെ ചത്തും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇതാ ഉള്ളവരെല്ലാം എന്താ വീട്ടിൻ്റെ അകത്തോട്ട് കയറി വരികയാണ്. ഗേറ്റ് കോഴിക്കോട് വീടിൻ്റെ മതിലിൻ്റെ പുറത്താണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ കറമ്പിപ്പെണ്ണ്. ഇപ്പോൾ സെക്കൻഡ് ഘട്ട അടയിരിപ്പാണ്. എത്ര എണ്ണം വീഡിയോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ മഴ നമ്മളെ ചതിച്ചിട്ടുണ്ട്. അതാ ഇത് ഇത്രയും പേരാണ് ഇതാ ഇവിടെ നിൽക്കുന്നത്. എല്ലാവരും തീറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു ഓട്ടമാണ് കേട്ടോ. പക്ഷേ നമ്മൾക്ക് ഒരു അബദ്ധം പറ്റി, തീറ്റ തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ പോയി തീറ്റ വാങ്ങാനുള്ളൊരു തന്ത്രപ്പാടാണ്, കാരണം പാവങ്ങളല്ലേ, ഇവർക്ക് വല്ലതും കൊടുക്കണം. എന്തിനാണ് എനിക്ക് ഓഫീസിൽ പോയി പിന്നെ പോയി തീറ്റയൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാ. സ്റ്റാർട്ടറും തവിടും ഇവിടെ അതൊക്കെ കിട്ടത്തുള്ളൂ, പക്ഷേ നല്ല വിലയാണ് തീറ്റയ്ക്കും കാര്യങ്ങൾക്കും. പിന്നെ അത് രണ്ട് പാത്രത്തിലായിട്ടെടുത്ത് പിന്നെ കുറച്ച് തലേ ദിവസത്തെ പഴഞ്ചോറും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് രണ്ടും കൂടെ കുഴച്ചിട്ടാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കുന്ന ആഹാരം കേട്ടോ. അവരതങ്ങ് കഴിച്ചോളും. ഇത് അന്ന് വിരിഞ്ഞ രണ്ട് കോഴി കുഞ്ഞുങ്ങളാണ്. ഒരു ചാരയും ഒരു ബ്ലാക്കും. നല്ല ഭംഗിയാണ് കേട്ടോ. 3 ഉണ്ടായിരുന്നു, അതിൽ എന്തോ കൊണ്ടുപോയി. അത് ഞാൻ ഇവിടെ ഇല്ലാത്ത ദിവസം എന്തോ എടുത്തുകൊണ്ട് പോയി. പക്ഷേ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ. ഏറ്റവും നല്ലൊരു ഇതെന്ന് വെച്ചാൽ ഇവരുടെ